ഹരിച്ചേട്ടാ ഷാനിക്ക കണ്ട കൊള്ളായിരുന്നു ഹരിച്ചേട്ടാ, സൂപ്പർ. തൽക്കാലത്തേക്ക് വെച്ചു. ഓക്കെ, ഞാൻ വരികയാണേ. ഷാനിക്ക ഇനി പെൺപുലികളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. രമ്യ ചേച്ചി ഒന്ന് കടം തന്ന ഒരു ഗ്ലാസ് കൊണ്ട് 4 പേരുണ്ട്. സൂപ്പർ. വേണോ മോളെ? ഭാവൻ ചേച്ചി ഞാൻ ഈ ഷെയ്ഡ്സ് ഇപ്പൊ ലേലത്തിന് വെക്കാൻ പേര് വെച്ച് ഫേമസ് ആയ ആരൊക്കെ വെച്ചു? ആരൊക്കെ വെച്ചു? രമ്യ രമേശൻ, ഭാവന, സെൽഫി ഒക്കെ. ഓക്കെ ഹരി, ഇതങ്ങ് മറന്നേക്കും. അങ്ങനെ പറയാം. സ്നേഹമല്ലേ വലുത്? അല്ല, എനിക്കതാണ്. എന്താണ് ഹരിച്ചേട്ടാ, ഭാവൻ ചേച്ചിക്കല്ലേ കൊടുക്കാൻ പോകുന്നേ? അത് ഒടിച്ചെനിക്ക് തരുമോ കുറച്ച്? ഒരു കഷ്ണം. അല്ല ഭാവനയ്ക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ രമ്യ അത് എടുത്തിട്ട് ഉടക്കും. ഞങ്ങൾ തമ്മിലെ കെമിസ്ട്രി ഭയങ്കര അടിപൊളിയാ. അവക്കും വേണ്ട എനിക്കും വേണ്ട. ഭാവൻ ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, ലിപ്സ്റ്റിക്. അല്ല ചേച്ചി? അത് ഇവൾ എന്റെ എടുത്തോണ്ട് പോകാറുണ്ട്, ഞാൻ അറിയാതെ. ഭയങ്കര ക്രേസ്. അതെ അല്ല, രമ്യ എടുക്ക് ഭാവനയുടെ ലിപ്സ്റ്റിക് എടുത്തിട്ട് തറയിൽ വരയ്ക്കും, നക്കും. നമ്മൾ ചില വ്യക്തികൾ ഒരു കാര്യങ്ങൾ പറയുമ്പോ അവരുടെ മനസ്സിലുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അതിനെ എടുക്കണം. അതെ, ഞാൻ രമ്യ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ തറയിലും നക്കിയിട്ടും മൂക്കിനകത്തൊക്കെ ഇട്ടിട്ട്. ഇവളുടെ ലിപ്സ്റ്റിക് അതാ ഞാൻ പറയട്ടെ, കുറച്ച് ഓവറാണ്. എനിക്ക് കുറെ ലിപ്സ്റ്റിക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി ടോട്ടൽ എത്രയാണെന്ന് എണ്ണാൻ പോലും പറ്റില്ല. കാണാപാടൊക്കെ ചോദിച്ചാൽ പറയും ഇത് ഏത് ഇവള്. എനിക്ക് ഒബ്സഷൻ ഉണ്ട്, ലിപ്സ്റ്റിക് ഒബ്സഷൻ. അപ്പൊ ഇവള് വലിയ കാര്യത്തില് എന്റെ ലിപ്സ്റ്റിക് ഒരെണ്ണം ഇത്ര കാണിച്ചിട്ട് ഇതിന്റെ പേരെന്താ, അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് പറയോട്ടെ. അതൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഞാൻ സത്യം. എന്നിട്ട് ഇങ്ങനെ ഒരു ഭ്രാന്തി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോ ഒരു വർഷത്തിൽ ഒരിക്കലായിരിക്കും രമ്യനെ കാണാൻ വരുന്നത്. അന്ന് ഞാൻ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നത്തെ ഒരു 50 വർഷം ഇപ്പോഴും നീ പറഞ്ഞ സ്മാഷ് ബോക്സിന്റെ ഒരു ലിപ്സ്റ്റിക്കും കൊണ്ട് ജീവിതം മുഴുവൻ. ഞാൻ വളരെ ഒരു സാധാരണ രീതിയിൽ, വളരെ സാധാരണത്തോടു കൂടി. പിന്നെ ഇവളുടെ ലിപ്സ്റ്റിക് ഇടുന്നതും ഒരു ഭയങ്കര പ്രത്യേകത രീതിയിലുള്ള ഒരു ഇടലാണ്. നമ്മളെല്ലാരും ലിപ്സ്റ്റിക് കൊണ്ട് ഇങ്ങനെ ഇടുന്നു. ഇവള് ലിപ്സ്റ്റിക് ഇവിടെ വെച്ച് ചുണ്ടും. ഒരു പ്രത്യേകതരം ജീവിതമാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. ഏത് ആക്ടറാന്ന് പറഞ്ഞു, പണ്ടുള്ള ഒരു ആക്ടർ ഇങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോ ഇങ്ങനെയല്ലേ നമ്മള് സിഗരറ്റ് വലിക്കുന്നത്, ഇങ്ങനെ ഇവിടെ പോയി. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടു. അതുപോലെയാണ് അത്രയും പോലെ അധ്വാനം എനിക്ക് ഇഷ്ടമല്ല. ഒരു സ്ഥലത്ത് ലിപ്സ്റ്റിക് വെക്കും, എന്നിട്ട് അവിടെ പോയിട്ട് ചുണ്ട്. അങ്ങനെ ഇടുന്ന കുഞ്ഞിലെ അങ്ങനെ ഇട്ട് ശീലിച്ചാണോ? എന്തോ അധ്വാനിക്കും. അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക്, അതുപോലെ കുളിക്കില്ല, മൊത്തത്തില്. ചേച്ചി ഏതെങ്കിലും ലിപ്സ്റ്റിക് എടുത്തോണ്ട് പോയിട്ടുണ്ടോ? ഇവളെ എന്റെ കുറെ ലിപ്സ്റ്റിക് ഞാൻ തീരാതായതൊക്കെ ഞാൻ കാണാത്ത സമയത്ത് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇവളുടെ അങ്ങനെ ഒരു കള്ളിയുമാണ് ഇവൾ. അല്ല, ഇവളുടെ 2 ലിപ്സ്റ്റിക്കേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടാണ് ഇനിയുള്ള ശിഷ്ടകാലം വിളിച്ചത്. ആ ലിപ്സ്റ്റിക് എന്നുള്ള 2 ഞാൻ എടുക്കാറില്ല. എന്റെ കയ്യിൽ 500 ഉണ്ട്. ചില സമയത്ത് ഇവിടെ എനിക്ക് തരുവോടിയും ചോദിക്കുമ്പോ ഞാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാ ആ സഹതാപം. ചേച്ചി കൊടുത്തിട്ടുണ്ടോ ശരിക്കും ഒരെണ്ണെങ്കിലും? ഞാൻ ഇവളിടുന്നതൊക്കെ ഒരുമാതിരി കളേഴ്സായതുകൊണ്ട് എന്റെ കയ്യിൽ അത് ഉണ്ടാവാറില്ല. എന്റെ അടുത്ത് എല്ലാം നല്ല അടിപൊളി കളറുകൾ. ഓക്കെ, എനിക്കൊന്നും പറയാൻ. ഇതൊരു രമ്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു എപ്പിസോഡാണ്. ഞാൻ പിന്നെ സ്നേഹമുള്ളവർക്ക് എന്തും കൊടുക്കില്ലേ, മറ്റേ ചവിട്ടി താഴ്ത്താനായിട്ട് അവസരം കൊടുക്കുന്ന. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ? റെഡി അല്ലേ? ഓക്കെ.